നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കുർത്തിയുടെ വീഡിയോ ഞാൻ എടുക്കാൻ തുടങ്ങിയിട്ട് ദിവസം 3 ആയി. എനിക്ക് ഇത്ര ഉള്ളൂ, സൗണ്ട് ഇല്ല. നല്ല മൈഗ്രെയിനിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന് പൊങ്ങി വന്നിട്ട് എന്നാലും ഒരു വീഡിയോ എടുത്തിട്ട് എന്നുള്ളതെന്ന് ആ മൈഗ്രെയിനെ വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുവാണ്. എന്താ പറയട്ടെ, 3 ദിവസമായി. പല റീലെടുത്തു, ഒന്നും ശരിയാകുന്നില്ല. അതെന്തൊക്കെയോ അതിൻ്റെ അപ്ലോഡിങ് പ്രശ്നമോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ. എനിക്കാണെങ്കിൽ ഈ കുർത്തീസ് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവററ്റാണ്. അത് കാണിക്കണമെന്ന് ഭയങ്കര നിർബന്ധവും. നമ്മുടെ സെമി ലിനൻ്റെ കുർത്തിയാണ് ഇത്. ഷോള് ഇതിൻ്റെ അല്ല, ഷോള് സെപ്പറേറ്റഡ് ആണ്. ഇതൊക്കെ ഇവിടുത്തെ സ്വന്തം കലാപരിപാടികളാണ്. ഇത് കേട്ടോ, ആദ്യത്തെ കുർത്തി. ഇത് ഏറ്റവും കൂടെ നല്ലൊരു മറ്റേ പിന്നെ എന്നാ പറയുന്നത്, ഈ വർക്കിന് എന്നാ പറയുന്നത്, ക്രോസ് സ്റ്റിച്ച് ഇല്ല കേട്ടോ. ചാനൽ വർക്ക് ചെയ്യുന്നില്ല. ഇവിടെ മുഴുവൻ ബ്ലോക്കായിട്ട് ഇങ്ങനെ തിറങ്ങി നിൽക്കുക. എൻ്റെ മുഖം കാണുമ്പോഴേ അറിയത്തില്ല, ചാനലൊന്നും വർക്കിംഗ് അല്ല. പിന്നെ ബോട്ടം ഉണ്ട്, ബോട്ടം കൂടെ കൂടിയുള്ളതാണ്. ബോട്ടം വരുമ്പം ഇങ്ങനെ ഇത് കണ്ട, ഇത്തിരി ലൂസ് ബോട്ടം. ഇപ്പം ഒരു മോഡലായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ്, ഇത്തിരി ലൂസായിട്ടുള്ള ബോട്ടമാണ്. നമ്മുടെ സാധാ ലൂസല്ല, പ്ലാസോ ബോട്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്. ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് അത് മാറുന്നത്. അത് ഇഷ്ടമില്ലാത്തവർ ജസ്റ്റ് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. പിന്നെ ടോപ്പ്, ഇത് ടോപ്പും ബോട്ടമാണ്. കയ്യിലിങ്ങനെ നിന്നിട്ടുണ്ട്. ലൈനിങ് ഇല്ല കേട്ടോ, ഇത് സെമി ലിനനാണ്. അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഹാൻഡ് വാഷ് ചെയ്യാതെ ഷാംപൂ വാഷോ ഡ്രൈ വാഷോ ചെയ്യുക. അടുത്തത് ഇത് കയ്യ്, ഇത് ഒരാളെന്ത് കയ്യ്, ഇത് ഇങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ട്. ഇതിനും ബോട്ടം ഉണ്ട് കേട്ടോ. എല്ലാം ഇത് ഒരുമാതിരി എല്ലാത്തിനും ബോട്ടം ഉണ്ട്. ടോപ്പും ബോട്ടം ഉണ്ട്. ഷോൾ ഉള്ളത് ഞാൻ പറയാം. ഇതിനും ഉണ്ട് ബോട്ടം. സെയിം കളർ, നമ്മുടെ കോട്ട് സെറ്റ് പോലെ. നിറച്ചും എംബ്രോയിഡറിയാണ്. നല്ലൊരു പൗഡർ ബ്ലൂവിൻ്റെ ഡാർക്ക് ഷെയ്ഡ്. സ്ലിറ്റഡ് ആണ്. ലൈനിങ് ഇല്ല, ഒന്നിനും ലൈനിങ് ഇല്ല. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊരു ഇത് കണ്ടോ, ഇത്രയും നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇത് എപ്പോഴും ഞാൻ പറയുന്ന ഒരിത്, സെമി ലിനൻ അല്ലെങ്കിൽ ഹാൻഡ്ലൂം കോട്ടൺ ആണിത്. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ഒന്ന് കെയർഫുൾ ആകണം. പ്യുവറാണിത്. പ്യുവറായിട്ട് വരുമ്പോഴത്തേന് ഇതിനകത്ത് ഒട്ടും മിക്സ് ഇല്ല. സിന്തറ്റിക് മിക്സോ പോളിസ്റ്റർ മിക്സോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ചെറുതായിട്ട് ചുരുങ്ങും. അതേസമയം പോളിസ്റ്റർ മിക്സോ സിന്തറ്റിക് മിക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നിൽക്കും, ചുരുങ്ങത്തില്ല. ചുരുങ്ങും പുറത്തേച്ചാൽ മതി, പ്യുവർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഓൾട്ടറൊക്കെ ചെയ്യുമ്പോൾ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം. കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ വണ്ണം കൂട്ടിയിട്ട് വേണം ചെയ്യാനായിട്ട്. അടുത്തത് ഇത് എല്ലാം ക്രീം മയമായിരുന്നു. ഈ പ്രാവശ്യം പർച്ചേസ് ചെയ്തിട്ട് ഞാൻ തന്നെ വിചാരിച്ചു പോയി, എത്ര കളർഫുൾ ആയിട്ടിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതും ക്രോസ് സ്റ്റിച്ചാണ്. ഹാൻഡിൻ്റെ സ്ലീവിലൊരു ക്രോസ് സ്റ്റിച്ചുണ്ട്. നെക്ക് ഇങ്ങനെ വന്നിട്ട് ചെറിയൊരു പ്ലീറ്റ് കൊടുത്തിട്ട് സ്ലിറ്റഡ് ആണ്. താഴെ വർക്കൊന്നുമില്ല, സിമ്പിൾ. ഇതിനും ആദ്യം കാണിച്ച സെയിം ബോട്ടം ഉണ്ട്. അടുത്ത ഇത് ക്രോസ് സ്റ്റിച്ച്, എല്ലാം ക്രോസ് സ്റ്റിച്ച് മയവ. നല്ലൊരു ഡാർക്ക് റെഡ് ബട്ടൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡിലും ഇങ്ങനെയുണ്ട്. സ്ലിറ്റഡ് ആണ്. സ്ലിറ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതൊരു മോഡലായിട്ട് വന്നിരിക്കുന്ന, ഇച്ചിരി ഓവർ സ്ലിറ്റഡ് അല്ല. നമ്മൾ സാധാരണ സ്റ്റിച്ചിങ് ചെയ്യിക്കുമ്പോൾ ഇവിടുന്ന് സ്ലിറ്റ് ഇടും അല്ലേ, ഒരു മോഡലാക്കി. അത്രയും സ്ലിറ്റ് അല്ല, ഇച്ചിരി താഴെ വന്നിട്ടാണ് സ്ലിറ്റ്. രണ്ടും നല്ല ലൂസായിട്ടുള്ള ബോട്ടം. ഇങ്ങനെ ബോട്ടം ഉണ്ട് കേട്ടോ. ഇനി എല്ലാം ഇത് ലൈറ്റായി പോയെന്ന് വിചാരിക്കേണ്ട. ഇതും സെമി ലിനൻ അല്ലെങ്കിൽ ഹാൻഡ്ലൂം കോട്ടൺ. അതിൽ നല്ല പിങ്ക് കളറുള്ള ഫ്ലോറൽ പ്രിന്റ്, ഇങ്ങനെ ലേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടം വരുന്നത് ക്രീം. ഇത് സ്ലിറ്റഡ് അല്ല, എ ലൈനാണ്. പിന്നെ പ്രിൻസസ് കട്ടാണ് കണ്ടോ, ഫ്രണ്ടിൽ പ്രിൻസസ് കട്ടാണ്. സെമി ലിനന് ഹാൻഡ്ലൂം കോട്ടൺ പ്യുവറൊക്കെ വരുമ്പോഴാണ് റേറ്റ് ഇത്ര. നമ്മുടെ ഡെയിലി വെയറിന് ഓവർ റേറ്റ് അല്ല. ടോപ്പും ബോട്ടവും കൂടെ ഉണ്ട്. ഇപ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയോ, ടോപ്പ് മാത്രം തയ്ക്കണമെങ്കിൽ എത്ര രൂപയാകും, ടോപ്പും ബോട്ടവും കൂടെ തയ്ക്കണമെങ്കിൽ എത്ര രൂപയാവും? ആ പൈസ ആവുന്നുള്ളൂ. പിന്നെ ഇത്രയും ഹാൻഡ് വർക്ക്, ക്രോസ് സ്റ്റിച്ച്, ലേസ് വർക്ക്, ഇങ്ങനെ പലതും ചെയ്ത് വരുന്ന കഴിയുമ്പോൾ ഇതൊന്നും ഒരു എമൗണ്ടേ അല്ല. നമ്മളിപ്പോൾ ഒരു ടോപ്പും ബോട്ടം മാത്രം തയ്പ്പിങ്ങനെ തന്നെ നാട്ടുമ്പുറത്ത് പോലും ഒരു 900 രൂപയൊക്കെ ആവും അല്ലേ. 900 രൂപ 1000 രൂപയൊക്കെ ആവും. പിന്നെ ക്രോസ് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ക്രോസ് സ്റ്റിച്ചും അങ്ങനത്തെ എംബ്രോയ്ഡറിയുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യണമെങ്കിലും ചെറിയൊരിതിന് പോലും നല്ല റേറ്റ്. മുമ്പേ ഈ കണ്ടതിൻ്റെ ലാവണ്ടർ ഷെയ്ഡ്, ഡാർക്ക് ലാവണ്ടർ ക്രീം മയോ എൻ്റെ ഫേവററ്റ് ആട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇങ്ങനെ ഈ ഹാൻഡ്ലൂം കോട്ടണ് സെമി ലിനൻ ഇത് കേട്ടോ,
നല്ല സിമ്പിളാണ്, വെറൈറ്റിയാണ്. ഇതിനൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഒരു കോളർ കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ പറ്റുന്ന പ്രിൻറ്റഡ് ഷോൾസ് ഉണ്ട്. ഞാൻ ആദ്യം കാണിച്ചില്ലേ ഒരു ഷോൾ കാണിച്ചില്ലേ, ഫസ്റ്റിലെ ഒരു ഷോൾ കാണിച്ചില്ലേ, ഇതുണ്ട് ഇങ്ങനത്തെ പീച്ച്. ഇത് ഇങ്ങനത്തെ പ്രിൻറ്റഡ് ഷോൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. അല്ലാതെ പ്രിൻറ്റഡ് ഷോൾ ഒത്തിരി ഉണ്ട്. അടുത്തത് ഇത് ഫ്ലോറൽ വന്നിട്ട് ഇതിൻ്റെ നിറച്ചും ഫ്ലോറിലെ കയ്യിൽ ഇങ്ങനെ ഒരു ലേസ് വർക്ക്, ബോട്ടം ഇങ്ങനെ, ബോട്ടം ആ ലൂസ് ബോട്ടം വന്നിട്ട് ഫ്രണ്ടിൽ പടി കൊടുത്തിട്ട് ഇതുണ്ട്, അതിൻ്റെ ലേസ് ചെയ്തിട്ടുണ്ട്. ലേസ് ഇത് ലൂസ് നമുക്ക് എന്നാ പറയുക, ഭയങ്കര കംഫർട്ട് ഫീലിംഗ്. എത്ര എങ്ങനെ ഓടി ചാടിയൊക്കെ നടന്നാലും ഒരു പ്രശ്നമില്ല, പിന്നെ ചൂടെടുക്കത്തില്ല, അങ്ങനെയൊക്കെ ഒത്തിരി ഗുണങ്ങളുണ്ട് ലൂസ് ബോട്ടം. ഇനി അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് കൊടുത്താൽ മതി. ഇത് സ്ലീവ്ലെസ് ആയിട്ട് വേണേലും ഇടാം. ഉള്ളിൽ 3/4 സ്ലീവ് ഉണ്ട്. താഴത്തെ എംബ്രോയ്ഡറി വർക്ക്, ഇത് നിറച്ച് ഫുള്ള് എംബ്രോയ്ഡറി വർക്ക്. ഇത് കണ്ടോ, അത് സ്ലീവ് ഉണ്ട്. എന്നിട്ട് വീനക്ക്, ഹൈനക്ക് വീനക്കായിട്ട് വന്നിട്ട് ചെറിയ 3 പ്ലീറ്റ്സ് ബോട്ടം ഉണ്ട്. ഇനി എല്ലാം ക്രീമായി പോയെന്ന് വിഷമിക്കേണ്ട, ഡാർക്ക് പിസ്ത ഗ്രീൻ്റെ ഒരെണ്ണം, അതും കോട്ട് സെറ്റ് പോലെ തന്നെ സെയിം കളർ ബോട്ടം. നെക്കിൽ ഇങ്ങനെ ഒരു ചെറിയ ത്രെഡ് വർക്കും മിറർ വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇല്ല, തീർന്നിട്ടില്ല, എടുത്തിട്ട് വരും കാണിക്കട്ടെ. ഇത് 3 പീസ് സെറ്റ്, ടോപ്പ് ബോട്ടം ദുപ്പട്ട. ടോപ്പ് ഇത് പ്യുവർ കോട്ടൺ ആണ്, ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല, ശരിക്കും പ്യുവർ കോട്ടൺ ആണ്, അത്യാവശ്യം നല്ല കട്ടിയുള്ള കോട്ടൺ ആണ്. ബോട്ടം സെയിം. ദുപ്പട്ട വരുമ്പോൾ ഇങ്ങനെ വരും. ഉണ്ടോ, ടോപ്പും ബോട്ടം ദുപ്പട്ടയും കൂടെ വരുമ്പോഴത്തെ റേറ്റ് അത് നമ്മളിപ്പോൾ ഒരു ചുരിദാർ സെറ്റ് വെറുതെ എടുക്കണമെങ്കിൽ പോലും അത് പിന്നീട് അത് തയ്ച്ചും കൂടെ വരുമ്പം ക്യാഷ് അങ്ങ് പോവും അല്ലേ. ഇത് നമ്മുടെ സെമി സിൽക്ക് അല്ലെ സ്ലബ് സിൽക്കിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ. ഇത് കണ്ടോ, നല്ല ഹാൻഡ് വർക്ക്, എംബ്രോയ്ഡറി വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട്, കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു പോക്കറ്റ് കൊടുത്തിട്ട് 2 സൈഡിലും പോക്കറ്റ് ഉണ്ട്. ആ പോക്കറ്റിൻ്റെ സൈഡിൽ കൂടെ എംബ്രോയ്ഡറി വന്നിട്ട് ഇങ്ങനെ, ബോട്ടം വരുമ്പോൾ ഇങ്ങനെ. ഇതിനുണ്ടല്ലോ, ഇത് നല്ല ഫങ്ഷൻ വെയർ ആയിട്ടിടാം, നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സിൽക്ക് ടോപ്പും ദുപ്പട്ടയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല ഇതായിട്ടിടാം. ഇതിൻ്റെ തന്നെ ബ്ലാക്കും ഉണ്ട്, ജെറ്റ് ബ്ലാക്ക്, ഡാർക്ക് ബ്ലാക്ക്, കളർ വേറെയും കൂടെ ഉണ്ട്. അതിൻ്റെ ആ ബ്ലാക്ക് ഇങ്ങെടുത്ത് വെച്ചു. ഇതുണ്ടോ, കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റ് ഇതിന് സ്ലീവ് ഉണ്ട്, ഒരു കുഞ്ഞി സ്ലീവാണ്, ഇത്ര ഉള്ള ഒരു ചെറിയ സ്ലീവ്. ബാക്കിൽ ഇങ്ങനെ ഒരു ബട്ടൺസ് കൊടുത്തിട്ട് കയറി നിൽക്കുന്ന ഒരു സൈസ് നെക്ക്. ബോട്ടം ഇത് നല്ലൊരു കളറും ആ കളറിന് ചേരുന്ന കോമ്പിനേഷനും അല്ലേ ഇത്. ബ്ലൂവിൻ്റെ ഇതിൻ്റെ എല്ലാം സൈസ് സ്ക്രീനിൽ എഴുതാം കേട്ടോ. ജെറ്റ് ബ്ലാക്ക്, ഈ ഒരുമാതിരി ഡസ്റ്റി ബ്ലാക്ക് അല്ല, ജെറ്റ് ബ്ലാക്ക്. ബോട്ടം ഉണ്ട്. കോട്ട് സെറ്റ് ഇതിപ്പോൾ ചെറിയ സൈസ് അതുകൊണ്ടാണ് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ചിലത് സ്മോൾ തൊട്ട് XXL വരെയുണ്ട്, ചിലത് സ്മോൾ തൊട്ട് M to XXL അല്ലേ. ഒത്തിരി നമുക്ക് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് വരുന്നവർക്ക് ഡയറക്റ്റ് വന്ന് കണ്ട് ഇട്ട് നോക്കി ട്രയലൊക്കെ നോക്കി ഓൾട്ടറൊക്കെ ചെയ്ത് പോവാം. അല്ലാത്തവർ ഇങ്ങനെ കാണുക, അല്ലാത്ത എന്ത് ചെയ്യാൻ. എൻ്റെ കയ്യിൽ നല്ലൊരു ബ്ലാക്ക് ആൻഡ് റെഡ് എവർഗ്രീൻ കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ഇത് ബോട്ടം ഉണ്ട്, ഇതിനും ബോട്ടം, എല്ലാത്തിനും ബോട്ടം ഉണ്ട്. നെക്ക് വരുമ്പോൾ ഇത് ഇങ്ങനെ വരും. ഇവിടെ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒറ്റ പഠിക്കാൻ സമ്മതിക്കുകയല്ലേ, ഇത് കഷ്ടം. അതിന് എഡിറ്റ് ചെയ്യാനാ അരമണിക്കൂറിന് 15 മിനിറ്റ് കൂടെ ഉള്ളൂ വീഡിയോ അപ്ലോഡ് ആകേണ്ട സമയം. അതായത് വീഡിയോ ഡെയിലി അപ്ലോഡ് ചെയ്യുന്ന 7 മണിക്ക്, അതിന് മുന്നേ എടുക്കുന്ന ഇതുണ്ട്. പാർട്ടി വെയർ ആയിട്ട് ഇടാൻ പറ്റുന്ന വിചിത്ര സിൽക്കിൻ്റെ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്. ബോട്ടം ഇത് അത് മുമ്പേ കാണിച്ച ടൈപ്പ് ബോട്ടം. നല്ലൊരു ഡാർക്ക് ചില്ലി റെഡ് കളർ അല്ലെങ്കിൽ റെഡിഷ് മെറൂൺ കളർ.
ഫുള്ള് വീഡിയോ എടുക്കാനൊന്നും സമ്മതിക്കുകയല്ല. ഇവിടെ ഞാനല്ല ഉസ്താദുക്കൾ വേറെ ഉണ്ട്. അതുകൊണ്ട് അവർ കട്ട് പറയുമ്പോൾ ഞാൻ നിർത്തിക്കോണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം